ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ വീണ്ടും എന്റെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് വെക്കാൻ പോകുന്നത് എന്താണ്? തീ പിടിക്കുന്ന വിലയുമായി ചെമ്മീൻ, തീ പിടിക്കാത്ത വിലയുമായി ചിക്കൻ. ഇതാ കാണിച്ചു തരാം കേട്ടോ. നമ്മളിതാ ചിക്കൻ കഴുകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തീ പിടിക്കുന്ന ചെമ്മീനുമായി നന്ദന ഇവിടെ ചെമ്മീനാണല്ലോ. ഇതാ ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്മീൻ. അതിങ്ങനെ റോസ്റ്റ് പോലെ ഞാൻ വെക്കും. നമ്മളിന്ന് ഗംഭീരമായ ടേസ്റ്റോട് കൂടിയിട്ടാണ് വെക്കാൻ പോകുന്നത് ചെമ്മീനും ആൻഡ് ചിക്കനും. അപ്പോ എന്റെ അമ്മ പറഞ്ഞു നിനക്ക് ചിക്കനും ചെമ്മീനും ഒന്നും വെക്കാൻ അറിയില്ല. പക്ഷേ ഹലോ ശാരദ പറ, എനിക്ക് ചെമ്മീനും ചിക്കനും വെക്കാൻ അറിയില്ലേ? അമ്മ നോക്ക്, കണ്ട ഇങ്ങനെ ഒരു ജാടയുള്ളൊരു സ്ത്രീനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല ഗൈസ്. എന്റെ അമ്മ വലിയ ആളായിരുന്ന വിചാരം യൂട്യൂബ് ചാനലില് രണ്ടാൾക്കാർ അറിഞ്ഞപ്പോ. ജാടയാണെങ്കിൽ ജാട കാണിച്ചു നോക്കട്ടെ. ഇത് വെക്കണോ വേണ്ടേ? ഞാൻ വെക്കും. ചിക്കനാ കഴുകും അമ്മ. ഞാൻ വെക്കും, അമ്മ കഴുകുതാ. അതൊക്കെ ഞാൻ കഴുക്. അപ്പൊ ഗൈസ് നമ്മളിതാ ചിക്കൻ കഴുകാൻ പോവാണ്. കഴുകുന്നത് ചിക്കൻ ചെറുതാണ്, ചിക്കൻ നമ്മൾ കുറച്ച് ചെറുതാണ് മേടിച്ചത്. ചെമ്മീനും ചിക്കനും ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മളത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്. ഇതാ ശാരദ കഴുകുന്നുണ്ട് ഗൈസ്. കഴുകാൻ പറഞ്ഞപ്പോൾ ലാസ്റ്റ് കഴുകിയിട്ടുണ്ട്. കഴുകാൻ എനിക്ക് കുറച്ച് വശമില്ലാത്ത പരിപാടിയാണ്. കഴുകും എന്നാലും മറിച്ചൊക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇനി കുക്കിംഗ് വീഡിയോ ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കും. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണം. നിങ്ങളെല്ലാവരും ഞാൻ ഉണ്ടാക്കണം പോലെ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയില്ല ഗൈസ്. സത്യത്തിൽ എന്റെ അമ്മ ചിക്കന്റെ ഒരു ആത്മാർത്ഥം നോക്കണം. കൈയൊക്കെ കണ്ടോ മുറിഞ്ഞിട്ട്. എന്റെ അമ്മയുടെ കൈ മുറിഞ്ഞത് എങ്ങനെയാന്ന് പറയും അമ്മേ? കറണ്ട് ഇല്ലാത്ത സമയത്ത് ഈ KCB-കാരെ കുറ്റം പറയും നമ്മൾ. കറണ്ട് ഇല്ലാത്ത സമയത്ത് എന്റെ അമ്മ കുമ്പളങ്ങി വെട്ടിയതാണ്, കൈയും അതുപോലെ വെട്ടി ഗൈസ്. ശരിയുള്ളല്ലോ ചിക്കൻ. അപ്പോ നമ്മൾ പുതിയ ഇൻബക്സിന്റെ ആ പാത്രത്തിലാണ് നമ്മൾ ഇന്ന് ചെമ്മീൻ വെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചെമ്മീൻ ഉണ്ടാക്കുന്ന രീതി, ആദ്യം ഇത് വെള്ളമൊഴിച്ച് കലക്കണം. അപ്പൊ ഗൈസ് നമ്മൾ ഈ പാത്രത്തിൽ കുറച്ച് കഴുകിയിട്ടുണ്ട്. ഈ പാത്രത്തിൽ നമ്മൾ വെള്ളം ഇടണം. വെള്ളത്തിൽ ചെമ്മീൻ നല്ലത് ഇടുക. വെള്ളത്തിൽ ചെമ്മീൻ വേണ്ട അമ്മ പറഞ്ഞു. അപ്പോൾ വെള്ളം ഇത് ഒഴിക്കാം. അപ്പൊ ഇതും പോയി. അപ്പോൾ പാത്രം കഴുകി ഗൈസ്, അങ്ങനെ മതി. അപ്പൊ നമ്മൾ ഇട്ടാണല്ലേ കണ്ട നമ്മൾ ഈ ചെമ്മീൻ ഇതിലിടുന്നു. പൊട്ട മണം ഇട്ടാ. ഞാൻ മാത്രമേ ഇവിടെ ചെമ്മീൻ കഴിക്കുള്ളൂ, അമ്മയും കഴിക്കും. നമ്മളപ്പോ ചെമ്മീൻ നന്നാക്കുന്ന വിധം ഇതിങ്ങനെ അങ്ങനെ ആക്കാം. അപ്പൊ ഇത് ഈ വാലില്ലേ, ഇങ്ങനെയുള്ള വാൽ, ഈ വാൽ ഓക്കെ. നമ്മൾ ഇതിങ്ങനെ പൊളിക്കുക. അമ്മ കത്രി എടുക്കും. കത്രയുടെ ആവശ്യമില്ല. പിന്നെ അല്ലാണ്ട് ചെമ്മീൻ നന്നാക്കുക. കത്രയുടെ ആവശ്യമില്ല. ഞാനൊക്കെ ചെമ്മീൻ നന്നാക്കാവല്ല. നടുക്കിട്ട് കാണാ കത്ത സാധനം നന്നാക്കട്ടെ ഗൈസ്. ഇനി ഇത് നന്നാക്കിയിട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ കാണിക്കുന്നതായിരിക്കും. ബൈ. അപ്പൊ നമ്മുടെ ആ ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞിട്ടോ. നന്നാക്കി കഴിഞ്ഞപ്പോ ഒന്നുമില്ല, കണ്ടോ നോക്കൂ, തുണ്ടുള്ളൂ കേട്ടോ. ഞാൻ അത് കഴുകി വൃത്തിയാക്കണം. എനിക്ക് ചെമ്മീൻ നന്നായി എക്സ്പെർട്ടാണ് ഞാൻ നന്നാക്കാൻ. എൻ്റെ കാരണം ബിഗ് ബോസിൽ ചെമ്മീൻ നന്നാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നന്നാക്കി 10-20 കഴുകാൻ തോന്നുന്നുണ്ട്. കഴുകട്ടെ. അങ്ങനെ നമ്മളിതാ വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ നന്നായി വൃത്തിയിൽ കഴുകിയിട്ടുണ്ടേ. അപ്പൊ ഇനി നമ്മൾ ഇതില് സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കട്ടെ കേട്ടോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഇട്ടാ ഉണ്ടാക്കി. പച്ചമുളക് അരയില്ല അമ്മ. ഇഞ്ചി കഷ്ടായിട്ട് എന്നിട്ട് കാണിക്കണേ. എല്ലാം ഞാൻ പറഞ്ഞായിരുന്നല്ലേ, എല്ലാം ഞാനോട് വെച്ച് കയറില്ല. അതിലോട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ പണി തറിയും. എല്ലാ പണി ഇരിക്കാം ഗൈസ്. ഞാനാണ് ഇവിടെ എല്ലാ പണി ചെയ്യണം. ആ ഒരു വ്യക്തി അടിച്ചു വരി തുടങ്ങണം. ഇന്ന് കൊള്ളിപ്പേര് വെച്ചു, തിരുമ്പി നന്നാക്കും. ഇതെങ്കിലും ഇത് ചെയ്തതോ എനിക്ക് കുറച്ച് വെളുത്തുള്ളി കൂടിയിട്ടുള്ളൂ. ആദ്യം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടു. അമ്മ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് മതി, കുറച്ച് കൂടി ഇട്ടോ. കുറച്ച് മുളക് പൊടി ഇടും. മുളക് പൊടി ഇട്ടോ. മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ ആദ്യം ക്യാമറ ഇല്ല കൊടുക്കണം. ഉപ്പ് മുളക് പൊടി ഇട്ടിട്ട് തട്ടിക്കണം. മുളക് പൊടി ഇട്ട് കുറച്ച് കൂടി ഇട്ടോളൂ. കുറച്ച് എരിവിരിക്കട്ടെ. എരിവാകുമ്പോൾ നമുക്ക് നല്ലൊരു വരും. കുറച്ച് ഉപ്പിടണമേ. അയ്യോ അത് പിന്നീട് ഇപ്പോഴല്ല, ഒന്നും അറിയില്ലല്ലേ. ഉപ്പിടാ മോളെ.
ദൈവമേ. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഉപ്പിൻ്റെ ബ്രാൻഡാണ് കേസ്. എന്ത് കറി വെച്ചാലും ഉപ്പിൻ്റെ അപ്പനാവാറുണ്ട്. ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്താവോ നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് പുരട്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പണികൾ ഇഞ്ചി പച്ചമുളകും ഇതൊക്കെ ഇട്ട് നമുക്ക് സാധനങ്ങൾ റെഡിയാക്കാം. ഓക്കെ, നമ്മളിതാ ചെമ്മീൻ വറക്കാറുണ്ട് കേട്ടോ. കണ്ടോ പൊട്ടിത്തെറിക്കോ? ോ അപ്പോൾ നമ്മളിതാ ചെമ്മീൻ ഇതാ വറക്കാണ് കേട്ടോ. ക്യാമറ ഫോക്കസ്. ചെമ്മീനിലേക്ക് ഇതാ നല്ല മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതാ വറുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് വെളുത്തുള്ളി ഇട്ടുണ്ട് കേട്ടോ. അതും സബോളയും തക്കാളിയൊക്കെ കൂടിയിട്ട് ഇത് വറുത്തിട്ട് മാറ്റി വെക്കണം ഈ പാത്രത്തിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഞാൻ കുക്കായില്ലേ, ഞാൻ ഈ ഫേമസ് കുക്കറാവും അല്ലേ, കുക്കാവും. അപ്പോൾ നമ്മളത് അടുത്ത ചിക്കൻ കറി വെക്കാൻ പോകണം കേട്ടോ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട് നമ്മുടെ ചെമ്മീൻ. അപ്പോൾ ഒന്ന് അവിടെ നിന്ന് ആവട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ പോയേനെ ചിക്കൻ കറി വെക്കാം കേട്ടോ. വെളിച്ചെണ്ണ പോയൊന്നുമില്ല ചിക്കൻ കറി ചെമ്മീനൊന്നും കഴിക്കാൻ എന്നെ കൊണ്ട് ഞാൻ ഉണ്ടാവില്ല. നല്ല മണം വരുന്നത് പുറത്തേക്ക് എൻ്റെ അമ്മ പറയാ. അമ്മ ഞാൻ നന്നായി വെക്കുന്ന അമ്മയ്ക്ക് അറിയില്ലേ? നോക്കട്ടെ, ഇത് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ. എന്തിട്ടാ മിണ്ടാണ്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ അമ്മ ശരി. അമ്മേൻ്റെ ഇടയിൽ ഒന്നുമില്ല ശരി. ഇതൊന്നും ആയി വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി പച്ചമുളക് സാരത ഇട്ട് എൻ്റെ അമ്മേനെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുന്ന അപ്പം അങ്ങനെ ഓരോന്ന് കൊണ്ട് വരും. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇഞ്ചി പച്ചമുളകും പേസ്റ്റ്. അപ്പൊ നമുക്ക് ആദ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം കേട്ടോ. ഞാനിങ്ങനെ കുറച്ചുകൂടി ഇടാം. കൂടി കഴിഞ്ഞാൽ ഉണ്ടാവുമോ? നമുക്കത് വീണ്ടും ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അപ്പൊ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു കുത്ത് പച്ച മണത്തിൻ്റെ ഒരു കുത്ത് വരും. അത് മാറുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ അതാ ചെമ്മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ചെമ്മീൻ കുട്ടനെ നമുക്ക് റെഡി സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാ ചെമ്മീൻ റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെമ്മീൻ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ കോരി മാറ്റി വയ്ക്കാന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണമെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സബോള ഇടുന്നു കേട്ടോ. എൻ്റെ അമ്മ സബോള ഓ വൗ നൈസ്. അപ്പോ ഇരിക്കണം ആളങ്ങോട്ട് പിടിക്കണണ്ട അങ്ങനെ ഇട്ടോളൂ. ഇതൊന്നും അരിയട്ടെ. എന്താ ചെയ്യാ, ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. അമ്മ ഈ സബോള എന്തുട്ടാ കാണിച്ചിട്ടാണ് ഞാൻ അരിഞ്ഞു വിട്ടേട്ടാ. അവിടെ ഒരു പട്ടിക്കുട്ടി വരുന്നുണ്ട്. എന്തെന്ത് ചോദിച്ചിട്ട് വരുന്നു. തുറന്നു വന്നോളൂ. തുറന്നു പോവാ അല്ല ഇവിടെ തുറന്നു പോവാ. എന്തുട്ടാ നമ്മുടെ അമ്മ ചെയ്ത പണിയാണ് ഈ സബോള ഇങ്ങനെ ആക്കിയിട്ടത്. മല്ലിപ്പൊടിയൊക്കെ ഇടാൻ എനിക്കറിയാം. മല്ലിപ്പൊടി ഇടുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതാ ഇളക്കട്ടെ കേട്ടോ. ഇളക്കിയില്ലെങ്കിൽ നമ്മളിതാ കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കാൻ പോവാണ് കേട്ടോ. ഉപ്പിട്ടിട്ട് ഇളക്കുമ്പോഴേ ആ ഒരു പെട്ടെന്ന് ആ സബോള വാടി കിട്ടും നമുക്ക്. നമ്മളിതാ ഇത് വറുത്ത് കൂരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊന്ന് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ മതി കേട്ടോ. അപ്പൊ നമ്മളിതാ ചെമ്മീനിലേക്ക് സബോള ഇടാണ് കേട്ടോ. സബോള കിട്ടിയുള്ളൂ, ഉള്ളി കിട്ടിയില്ലേ. ഉള്ളിലേക്ക് തന്നില്ല താരം കുറച്ച് ചെമ്മീനും നിറച്ച് സബോളയാണ് പോകുന്നുണ്ട് കയ്യിൽ. എന്താ ചെയ്യാ, ഹോട്ടലിലൊക്കെ പോയി കിട്ടില്ലേ സബോള. അങ്ങനെ നമ്മൾ ചെമ്മീൻ മുങ്ങി തരണം. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലാവസ്ഥ. നേരത്തെ വെളിച്ചെണ്ണയ്ക്കാണ് കേട്ടോ ഇട്ടാണ്. നമുക്ക് ജസ്റ്റ് ഇളക്കാം. ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇഞ്ചി പച്ചമുളകും പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിലല്ല ചിക്കൻ ഉണ്ടാക്കണതിൽ തക്കാളി ഇട്ടിട്ട് നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മളിതാ ചെമ്മീനിലേക്ക് ഗരം മസാല എന്തുട്ടാ പിഴിയുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഈ ചുവപ്പ് കളർ വന്നിട്ടില്ല, നൂലിടാം. അതിൽ കുറച്ച് നമ്മൾ ഗരം മസാല, എന്താ പറയാ, ജീരകം പെരുംജീരകം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊടിച്ചു. ജീരകം ഉണ്ടായിരുന്നു, പെരുംജീരകം ഉണ്ടായിരുന്നു, അത് പൊടിച്ചിട്ട് ഞാൻ ഈ കുഴലിട്ട് പൊടിച്ചുട്ടാ. പൊടിച്ചിട്ട് അത് ഇടാട്ടോ. അതിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗരം മസാല ഇടണം. ഗരം മസാല ഇട്ടിട്ട് ഇളക്കണം. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിക്കണേ. ഇതിന്റെ പച്ചമണം മാറിയതിനനുസരിച്ച് ഇടണം. എന്നിട്ട് ഒഴിക്കണം, വെള്ളം ഒഴിക്കണം. നമ്മളിപ്പോൾ തക്കാളി ഇടാൻ പോവാണേ. യോ, ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് പേടിയായി സത്യത്തിൽ. തക്കാളി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കൻ്റെയും ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇളക്കിയിട്ട് ഈ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. നോക്കൂ കേട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണേ. വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടണേ. കേട്ടോ. നേരത്തെ ഉപ്പിട്ടുണ്ടായിരുന്നു, ഒന്നും ഒരു ഡൗട്ടില്ല. അതില്ല. നമ്മുടെ ചിക്കൻ മസാലയിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വെക്കുക. കുറച്ച് മല്ലിപ്പൊടി വേണേ. തുമ്മി ഞാൻ ഒരു വിധായി. മഞ്ഞപ്പൊടി ഇടണം, ഇതിലേക്ക് കുറച്ചിടണം. അവിടെ ഇട്ടതാണെന്നുണ്ട് ഒരു ശരി വരുന്നുണ്ട്, അത് മൈകണ്ട. അല്ല, ഇതിലേക്ക് മല്ലിപ്പൊടി കുറച്ചിടണം. അയ്യോ, മല്ലിപ്പൊടി കുറച്ച് അധികം പൊട്ടിച്ചിട്ടുണ്ട്, കാരണം കുറച്ച് കടന്നു. അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഉപ്പ് ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മസാലപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ ചിക്കൻ മസാലപ്പൊടി ഇടാണേ. ആണല്ലോ, മസാലപ്പൊടി ഇട്ടിട്ട് ഇളക്കാം. അമ്മ ചിക്കനില് ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ടാണോ പെരട്ടി വെച്ചേ? നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഇടണം കേട്ടോ. അപ്പോൾ അത് ചിക്കൻ മസാലയിൽ പെരട്ടിയിട്ടില്ല, കുറച്ചും കൂടി. അപ്പോൾ നമുക്ക് ചിക്കൻ ഇടുമ്പോൾ നമുക്ക് അതിലിട്ടിട്ട് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇളക്കട്ടെ. നമ്മുടെ ചെമ്മീൻ്റെ കറി നമുക്കിതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ. തിളച്ച് നന്നായി തിളക്കണം. വറ്റിയിട്ട് വരുമ്പോഴാണ് നമ്മൾ ആ ചെമ്മീൻ്റെ ഇത് ഇടായിരിക്കും. നമ്മളിതാ വേപ്പിലിടണം കേട്ടോ. വേപ്പില അവിടെ തെറിച്ച് പോയിന്നുണ്ട് പാത്രത്തിൽ. നമ്മളിതാ ചെമ്മീലും ഇട്ടിട്ടുണ്ടേ. ചെമ്മീൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇളക്കി കൊടുത്തിട്ടില്ല. ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കണം. നമ്മുടെ അതൊന്ന് അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഒപ്പം നമ്മുടെ ചെമ്മീലൊന്ന് ഇളക്കണം കേട്ടോ. രണ്ടും കൂടിയിട്ട് ഞാൻ തന്നെ നോക്കണമല്ലോ. ഞാൻ ഒരു വലിയൊരു കാർന്നൂർ തീ ഇവിടത്തെ. നമ്മുടെ ചിക്കൻ അമ്മ ഓൾറെഡി മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലേക്ക് ചിക്കൻ ഇടാൻ പോകണം കേട്ടോ. ഓക്കെ, നമ്മളിതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കണേ. പറ്റുന്നില്ലോ. നമ്മളിതാ ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ചെമ്മീൻ്റെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ചെമ്മീൻ ഞാൻ കഴിച്ച് വെച്ച് കുറച്ചായി കഴിച്ച് നല്ല വില ചെയ്യുന്നത് കാരണം ചെമ്മീൻ അധികം കഴിച്ചിട്ടാണ്. ഇവിടെ ചിക്കനിലേക്ക് നമ്മൾ മസാല ഇട്ടിട്ട് ചിക്കൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണേ. അയ്യോ, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി മറക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് 10-15 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആവട്ടെ കേട്ടോ. നമ്മുടെ ചിക്കൻ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടി പറ്റാനുണ്ട്, അത് കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ചെമ്മീൻ വറുത്തത് ഇതിലേക്ക് ഇടണം കേട്ടോ. ചെമ്മീൻ വറുത്തിട്ടെ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 5 മിനിറ്റും കൂടി ഒന്ന് ഇരുന്നോട്ടതില്ല.
അപ്പൊ നമ്മുടെ ചെമ്മീൻ, സ്വാദിഷ്ടമായ ചെമ്മീനും റെഡി. നമുക്കിതൊന്ന് ഗ്രേവി ടേസ്റ്റ് നോക്കാം. അടിപൊളി. ഈ കൈയാട്ടോ ഞാൻ നേരത്തെ ഇട്ടത്. ഞാൻ ഈ കൈയാണ് എടുക്കാൻ പോകുന്നത്. ഇനി പറയണ്ട, ഞാൻ നക്കിയ കൈ എടുക്കുന്നു. അടിപൊളി. ഞാൻ എങ്ങനെ വെക്കുന്നു ഞാൻ കരുതിയില്ല. എന്റെ കണ്ണീരോട് ഇനി കുറച്ചുകൂടി ഉപ്പിടുമ്പോൾ ഞാൻ വെക്കണം. ഗ്രേവി നോക്ക്, ഇത് ഗ്രേവി ചെമ്മീന്റെ. സത്യസന്ധമായിട്ടുള്ള മറുപടി പറ. ക്യാമറ ഫോക്കസ് അമ്മയുടെയിലേക്ക്. ഉണ്ട് ഉപ്പ് ഒത്തിരി കൂടുതലാ. നിങ്ങളുടെ മുളഞ്ഞല്ല അമ്മയുടെ സ്വഭാവം തന്നെ എനിക്കും വരും. കണ്ട കുറ്റം പറയണോ? എങ്ങനെയുണ്ട്? ചെമ്മീന്റെ കഷ്ടം കൊടുത്തില്ല, അതുകൊണ്ട് ഇവിടെ പുറുപുറത്തിരിക്കണ്ട കേട്ടാ. കൊടുത്തു കൊടുക്കട്ടെ. ചൂടുണ്ട് കേട്ടോ ശാരദ. ആ കൈ കൊള്ളട്ടെ. ഫാന്റെ ചോട്ടിക്കൊക്കെ വയ്ക്കണം. എന്താ അമ്മ സത്യം പറ. അമ്മ ടേസ്റ്റ് ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയത്? ഉപ്പ് ഒത്തിരി കൂടിയെന്നല്ലേ പറഞ്ഞ? അതപ്പോ കുറഞ്ഞു നയ്യാ ഇട്ടോളൂ. കഴിച്ചോക്ക്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടാ? എനിക്ക് വെക്കാറിയല്ലേ അപ്പൊ? ഞാൻ എന്നും ഇവിടെ വെക്കാറ്. അതെ, ഓക്കെ ബൈ. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലാന്ന്. പക്ഷെ ഇതാ ഇപ്പൊ ചപ്പാത്തി കരിഞ്ഞോണ്ട് ഒരുവിധം കരിഞ്ഞിട്ടുണ്ട് റൈസ്. നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണ. എൻ്റെ ഒപ്പം നമ്മുടെ ചില്ലി റോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ. കാണുമ്പോൾ രണ്ടും പുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ചോറിനുണ്ടാന്ന് വിചാരിച്ച, പക്ഷെ ഞാൻ ചോറിനും ഗൈസ്. അപ്പൊ ഗൈസ് ഞാനും അമ്മയും ടേസ്റ്റ് ചെയ്യാൻ പോകട്ടാ. ചോറ് കഴിക്കും കുറച്ച്. വേണ്ട കഴിക്കുമ്പോ എന്നാ ചെമ്മീൻ. നമ്മുടെതാ ചെമ്മീനും ചിക്കൻ കറി ഉണ്ടേ. ഇതാ നന്നായിട്ട് ചിക്കൻ കറിയോ? കൂട്ടട്ടെ. കൂട്ട്. ടേസ്റ്റ് ഉണ്ടാ? മതി നോക്ക്. കണ്ടാ? അപ്പൊ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നന്നായിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.